സമയം 12 കഴിഞ്ഞിരിക്കുന്നു. ഗേറ്റിലെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ഞങ്ങൾ ബ്രിഡ്ജിലേക്ക് നടക്കുകയാണ്. ഇപ്പോഴാണ് ട്രിപ്പിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ശരിക്കും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി കുറച്ചു നേരം മാത്രം കസക്കിൻ്റെ പഴയ തലസ്ഥാന നഗരിയായ അൽമാട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങാൻ. ബോർഡിംഗ് ബ്രിഡ്ജിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുമ്പോൾ താഴെ വിശാലമായി പരന്നു കിടക്കുന്ന ഡൽഹി എയർപോർട്ട്. താഴെ നീങ്ങുന്ന വിമാനങ്ങളെയും അകലേക്ക് പരക്കുന്ന റൺവേ ലൈറ്റുകളെയും പിന്നിലാക്കി ഞങ്ങൾ എയർ അസ്താനയുടെ എയർബസ് A320 വിമാനത്തെ ലക്ഷ്യം വെച്ച് നടന്നു. നീലവെളിച്ചത്തിൽ തിളങ്ങുന്ന പ്രീമിയം ക്യാബിൻ എക്സ്പീരിയൻസ് യാത്രയ്ക്കൊരു പ്രത്യേക ഭംഗി നൽകുന്നു. ഓരോ ചുവടും നമ്മളെ സീറ്റിലേക്കല്ല, മറിച്ച് പുതിയ അനുഭവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ലക്ഷ്യം ഒരു സ്ഥലം മാത്രമല്ല, ഓരോ നിമിഷവും ഓർമ്മയാകുന്ന യാത്രയാണ്. സമയം പുലർച്ചെ 5:30. മേഘങ്ങൾക്കിടയിലൂടെ ആദ്യമായി അൽമാട്ടിയുടെ കാഴ്ച. ചക്രവാളത്തിൽ പരന്നുകിടക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ കിരണങ്ങൾ ഇരുട്ടിനെ മായ്ച്ച് പുതിയ പൊൻപുലരിയെ പുണരുമ്പോൾ ശോഭയുള്ളതും ഉന്മേഷദായകവുമായ പകൽ വെളിച്ചത്തിൽ കുളിക്കുന്നു കസക്കിൻ്റെ ഭൂപ്രകൃതി. ആകാശത്തിൽ നിന്ന് അൽമാട്ടിയെ കാണുമ്പോൾ ഈ നഗരത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം പതിയെ മനസ്സിലാകുന്നു. വിശാലമായി പരന്നു കിടക്കുന്ന റെസിഡൻഷ്യൽ ഏരിയകളും അവയ്ക്കിടയിൽ നിരന്നു നിൽക്കുന്ന മരങ്ങളും പച്ചപ്പും. നഗരജീവിതവും പ്രകൃതിയും തമ്മിലുള്ള മനോഹരമായ ഒരു ബാലൻസ് നമുക്കിവിടെ കാണാം. മറ്റു വലിയ നഗരങ്ങളെപ്പോലെ തിരക്കേറിയതാണെങ്കിലും അൽമാട്ടിക്ക് ഒരു പ്രത്യേക ശാന്തതയുണ്ട്. ഓരോ കെട്ടിടത്തിനിടയിലും കാണുന്ന പച്ചപ്പും നിരത്തുകളെ അലങ്കരിക്കുന്ന മരങ്ങളും ദൂരെ പരന്നുകിടക്കുന്ന മലനിരകളും അൽമാട്ടിയുടെ മാറ്റുകൂട്ടുന്നു. ഇതാ അൽമാട്ടിയുടെ മണ്ണിലെ ആദ്യ ചുവട്. എയർപോർട്ടിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ കസക്കിൻ്റെ മനോഹാരിത ഞങ്ങളെ വരവേറ്റു. ചരിത്രവും സംസ്കാരവും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് ചേരുന്ന ഈ നഗരം ഒരു കാലത്ത് സിൽക്ക് റോഡിൻ്റെ പ്രധാന പാതകളിൽ ഒന്നിനോട് ചേർന്നുള്ള ഒരു പ്രദേശമായിരുന്നു. 1854 സോവിയറ്റ് ഭരണകാലത്ത് വെർണി എന്ന പേരിൽ ഒരു കോട്ട നഗരമായി വികസിച്ച അൽമാട്ടി പിന്നീട് വളർന്ന് കസക്കിസ്ഥാൻ്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രധാന കേന്ദ്രമായി മാറി. മുതൽ 97 വരെ ഇത് കസക്കിസ്ഥാൻ്റെ തലസ്ഥാനമായിരുന്നു. ഇന്ന് അൽമാട്ടി ആധുനിക ജീവിതത്തിൻ്റെയും സമ്പന്നമായ പാരമ്പര്യത്തിൻ്റെയും മുഖമുദ്രയാണ്. നഗരത്തിൻ്റെ തിരക്കുകൾക്കപ്പുറം മഞ്ഞുമൂടിയ മലനിരകളും പ്രകൃതി ഭംഗിയും ഈ നഗരത്തിന് പ്രത്യേക ഭംഗി നൽകുന്നു.
помнит ни чинов, ни имен, и способен дотянуться до звезд, не считая, что это сон. അൽമാട്ടിയുടെ സാധാരണ നഗരവീഥിയിലൂടെയാണ് ഈ യാത്ര തുടങ്ങുന്നത്. തിരക്കേറിയ റോഡുകളും നഗരത്തിൻ്റെ പതിവ് കാഴ്ചകളും പിന്നിലാക്കി പതിയെ ഞങ്ങൾ ഷിംബുലാക്കിലേക്കുള്ള യാത്ര തുടങ്ങി. നഗരത്തിൽ നിന്ന് ഓരോ കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴും കാഴ്ചകൾ മാറിത്തുടങ്ങി. കെട്ടിടങ്ങൾക്ക് പകരം മലനിരകൾ, തിരക്കിന് പകരം ശാന്തത. അല്പനേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഷിംബുല കേബിൾ കാർ സ്റ്റേഷനിലെത്തി. ചുറ്റും ഉയർന്നു നിൽക്കുന്ന മലനിരകളും അവയുടെ മുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നിൽക്കുന്ന കേബിൾ കാറും. കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് നടന്നു. കേബിൾ കാർ പതിയെ ടിയാൻഷാ മലനിരകളുടെ ഉയരങ്ങളിലേക്ക് നീങ്ങി. താഴെ വിരിഞ്ഞുകിടക്കുന്ന താഴ്വാരങ്ങളും ചുറ്റുമുള്ള മലനിരകളും പ്രകൃതിയുടെ മറ്റൊരു മനോഹരമായ മുഖം നമുക്ക് കാണിച്ചു തരുന്നു. ഈ യാത്ര മലമുകളിലേക്കുള്ള സഞ്ചാരം മാത്രമല്ല, സമുദ്രനിരപ്പിൽ നിന്നും 2260 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷിംബുലാക് സ്കീ റിസോർട്ടിലേക്കും അതിനോട് ചേർന്നുള്ള സ്നോ ബോർഡിംഗ് പാർക്കിലേക്കുമുള്ളതാണ്. ഓരോ നഗരത്തിനും അതിൻ്റെ കഥ പറയുന്ന ചില ഇടങ്ങളുണ്ട്. അൽമാട്ടിക്ക് അത്തരത്തിലുള്ള ഒരു അടയാളമാണ് പാൻഫിലോ പാർക്കും അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മരക്കെട്ടിടങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന അസംഷൻ കത്തീഡ്രൽ അഥവാ സെങ്കോ കത്തീഡ്രൽ. മരങ്ങൾക്കിടയിലൂടെ പതിയെ പതിയെ കത്തീഡ്രലിൻ്റെ സ്വർണ്ണ നിറമുള്ള ഗോപുരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ കത്തീഡ്രൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മിച്ചതാണ്. ഒരാണി പോലും ഉപയോഗിക്കാതെ നിർമ്മിച്ച ഈ അത്ഭുതം 1911 ശക്തമായ ഭൂകമ്പത്തെ അതിജീവിച്ചിരുന്നു. നീലാകാശത്തിനു കീഴിൽ ഉയർന്നു നിൽക്കുന്ന സ്വർണ്ണ ഗോപുരങ്ങൾ സൂര്യപ്രകാശത്തിൽ കൂടുതൽ തിളങ്ങുന്നുണ്ടായിരുന്നു.
നിശബ്ദതയും മിതമായ പ്രകാശവും സമാധാന അന്തരീക്ഷവും നിറഞ്ഞതാണ് ഇതിൻ്റെ ഉൾവശം. അസെൻഷൻ കത്തീഡ്രലിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണ് സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഐക്കണോസ്റ്റാസിസ്. വിശുദ്ധ ചിത്രങ്ങളും സ്വർണ്ണ അലങ്കാരങ്ങളും ചെടികളും ഇതിനെ കൂടുതൽ മനോഹരമാക്കുന്നു. ചുവരുകളിലും മേൽക്കൂരകളിലും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഫ്രെസ്കോകൾ മോസ്കോയുടെയും കേവിൻ്റെയും കലാപാരമ്പര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇവിടം ഓരോ ചുവരും ഓരോ ചിത്രവും ഒരു പ്രാർത്ഥന പോലെ അനുഭവപ്പെടുന്നു. അൽമാട്ടിയിലെ മനോഹരമായ നിമിഷങ്ങൾ മനസ്സിൽ നിറച്ചുകൊണ്ട് ഇനി ഞങ്ങളുടെ യാത്ര കസക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ അസ്തനയിലേക്ക്. Звезды пишут нам стихи о глазах твоих, как свет любовь, что вечной быть должна. Сквозь века звучит ответ, волшебный вечер светлых грез, нежных слов, фонтан с небес. Подари мне любовь, этот миг безмолвный хоровод. Ветер треплет твои волосы, словно шелк, волна в реке. Тихий шепот сердца осень, вечность зовет в темноте. Вечность, словно светлый сон, трепет в сердце навсегда. Звуки наши в унисон, любовь с тобой моя звезда. ട്രെയിൻ അൽമാട്ടിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ജനാലയ്ക്ക് പുറത്തുള്ള കാഴ്ചകൾ പതിയെ മാറുന്നു. നഗരത്തിൻ്റെ തിരക്കും ഉയർന്ന കെട്ടിടങ്ങളും പതിയെ അകന്നു പോകുന്നു. വിശാലമായ പുൽമേടുകളും തുറന്ന സമതലങ്ങളും പ്രകൃതിയുടെ ശാന്തതയും നിറഞ്ഞ മറ്റൊരു ലോകം പ്രത്യക്ഷപ്പെടുന്നു. കസക്കിസ്ഥാൻ്റെ വിശാലമായ ഭൂപ്രകൃതി അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം പതിയെ തുറന്നു കാട്ടുന്നു. Безмолвный хоровод.
ഫസ്റ്റ് ക്ലാസ് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലാണ്. വൃത്തിയും അത്യാധുനിക സൗകര്യവും നിറഞ്ഞ ഈ കോച്ച് ദീർഘദൂര യാത്രയെ കൂടുതൽ സുഖകരമാക്കുന്നു. ജനാലയ്ക്ക് പുറത്ത് കസക്കിൻ്റെ വിശാലമായ മലനിരകളും സമതലങ്ങളും കാണാൻ കഴിയുന്നു. ഇടതുവശത്ത് ഫസ്റ്റ് ക്ലാസിൻ്റെ പ്രൈവറ്റ് കമ്പാർട്ട്മെൻറ്റുകളാണ്. Древних соловьев в каждой строчке трепет и мечта, тайный танец звезд над головой. Этот мир нам сказку рассказал, мир, в котором я всегда с тобой. Любовь как сон. ഇതാണ് കസക് റെയിൽവേയുടെ ഫസ്റ്റ് ക്ലാസ് പ്രൈവറ്റ് ക്യാബിൻ. വിശാലമായ ലിനൻ ബർത്തുകളും ഒരു ചെറുമേശയും കസക്കിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഒരു ജനാലയും ഇതിലുണ്ട്. ഇതിലാണ് ഞങ്ങളുടെ നീണ്ട 17 മണിക്കൂർ യാത്ര. വിശാലമായ ഈ റെസ്റ്റോറൻറ്റ് ഈ ട്രെയിനിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. സുഖകരമായ ഇരിപ്പിടങ്ങളും വൃത്തിയായി ഒരുക്കിയ മേശകളും യാത്രക്കിടയിൽ ഒരു നല്ല ഭക്ഷണം ആസ്വദിക്കാനുള്ള മനോഹരമായ അന്തരീക്ഷം ഒരുക്കുന്നു. പതിനേഴ് മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ കസക്കിൻ്റെ തലസ്ഥാനമായ അസ്തനിലെ നുറുൽചോൾ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. വിശാലമായ ഗ്ലാസ് മേൽക്കൂരയും ഭീമാകാരമായ വാസ്തുവിദ്യയും ചേർന്ന് ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷനേക്കാൾ ഉപരി ആധുനിക നഗരത്തിൻ്റെ പ്രവേശന കവാടമാണ് ഇവിടെ ഒരുക്കുന്നത്. ആയിരത്തി 1830 ഒരു റഷ്യൻ കോട്ടയായി ആരംഭിച്ച അസ്തന കാലത്തിനൊപ്പം വളർന്ന് കസക്കിസ്ഥാൻ്റെ പ്രധാന നഗരങ്ങളിലൊന്നായി മാറി. 1997 തലസ്ഥാനം അൽമാട്ടിയിൽ നിന്ന് ഇവിടേക്ക് മാറ്റിയതോടെ നഗരത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിച്ചു. അതിനുശേഷം അസ്തന അതിവേഗം മാറി. ആധുനിക വാസ്തുവിദ്യയും ഉയർന്ന കെട്ടിടങ്ങളും വിശാലമായ നഗരവീഥികളും കസക്കിസ്ഥാൻ്റെ ഭാവിയിലേക്കുള്ള ഒരു പ്രതീക്ഷയും പ്രതീകവുമായി നിലകൊള്ളുന്നു. അസ്തനയുടെ നഗരവീഥിയിലൂടെ കടന്നു പോകുമ്പോൾ വെള്ളനിറത്തിൽ തിളങ്ങുന്ന സുൽത്താൻ മോസ്ക് കാഴ്ചയിൽ തെളിയുന്നു. വെള്ളനിറത്തിലുള്ള വിശാലമായ താഴികക്കുടവും ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങളും ചേർന്ന് നഗരത്തിന് വേറിട്ടൊരു ഭംഗി സൃഷ്ടിക്കുന്നു. ഈ കാണുന്നതാണ് കസക്കിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും ദേശീയാഭിമാനത്തിൻ്റെയും പ്രതീകമായി ഉയർന്നു നിൽക്കുന്ന കസക് എലി സ്മാരകം. ഈ സ്മാരകത്തിന് മുകളിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന സാംറൂപ് പക്ഷി സ്വാതന്ത്ര്യത്തിൻ്റെയും ഭാവിയിലേക്കുള്ള പ്രതീക്ഷയുടെയും പ്രതീകമാണ്. നുറുൽചോൾ LRT സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ അസ്തനയുടെ ആധുനിക ഗതാഗത സംവിധാനത്തിൻ്റെ ഭംഗി കൂടുതൽ വ്യക്തമായി കാണാം. വിശാലമായ പ്ലാറ്റ്ഫോം, വൃത്തിയുള്ള രൂപകൽപ്പന, ഗ്ലാസ് ചുവരുകളിലൂടെ പുറത്തേക്ക് കാണുന്ന നഗരക്കാഴ്ചകൾ എല്ലാം ഇതിൻ്റെ സവിശേഷതകളാണ്.
LRT എത്തുന്നതും കാത്തുനിൽക്കുന്ന യാത്രക്കാർ അസ്തനയുടെ തിരക്കേറിയ നഗരജീവിതത്തെ സൂചിപ്പിക്കുന്നു. ട്രെയിൻ പതിയെ മുന്നോട്ട് നീങ്ങി. ജനാലയ്ക്കപ്പുറം അസ്തനയുടെ വിശാലമായ നഗരദൃശ്യങ്ങൾ മാറി മാറി വന്നു. അസ്തനയിലെ ഈ അവസാന കാഴ്ചകളോടെ കസക്കിസ്ഥാനിലെ ഞങ്ങളുടെ യാത്ര പതിയെ അവസാനിക്കുകയാണ്. ഇനി എയർപോർട്ടിലേക്ക്, അവിടെ നിന്ന് വീണ്ടും അൽമാട്ടിയിലേക്ക്, പിന്നെ ഇന്ത്യയിലേക്കുള്ള മടക്കയാത്ര. അൽമാട്ടിയിലെ മഞ്ഞുമലകളിൽ തുടങ്ങി അസ്തനയുടെ ആധുനിക നഗര കാഴ്ചയിലെത്തിയ ഈ യാത്ര ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചു. ചില യാത്രകൾ നമ്മൾ സന്ദർശിച്ച സ്ഥലങ്ങൾ കൊണ്ടാണ് ഓർമ്മിക്കുന്നത്, ചിലത് നമ്മൾ അനുഭവിച്ച നിമിഷങ്ങൾ കൊണ്ടും. കസക്കിസ്ഥാൻ ഞങ്ങൾക്കത് രണ്ടും നൽകി. ഒരു പുതിയ രാജ്യം കണ്ടു, പുതിയ കഥകൾ അനുഭവിച്ചു, ഒരുപാട് ഓർമ്മകൾ സ്വന്തമാക്കി. ഇനി അടുത്ത യാത്രയിലേക്ക്. കസക്കിസ്ഥാൻ, ഈ മനോഹരമായ യാത്രയ്ക്ക് നന്ദി. വീണ്ടും കാണാം.